നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 ബ്രസീലും നോർവേയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണല്ലോ. നോർവേയുടെ സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡ് പറയുന്നു, ഞാനൊരു ബ്രസീൽ ഫാനാണ്, ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നയാളാണ്, അതുകൊണ്ട് തന്നെ ബ്രസീൽ വേഴ്സസ് നോർവേ മത്സരം എനിക്ക് വളരെ സ്പെഷ്യലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറ്റ്സ് സ്പെഷ്യൽ, ഐ ആം റൂട്ടിംഗ് ഫോർ ബ്രസീൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബ്രസീലിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ മാനേജർ ബ്രസീലിൽ നിന്നുള്ള ആളാണ്. അവിടുത്തെ ഒരുപാട് പേരെ എനിക്കറിയാം. തീർച്ചയായിട്ടും ഇതെനിക്കൊരു സ്പെഷ്യൽ മാച്ചായിരിക്കും. ഞാൻ ആ രാജ്യത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ ഫുട്ബോൾ കളിക്കുന്ന രീതി എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് ബ്രസീൽ, ഞാനൊരു ബ്രസീൽ ഫാനാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഗബ്രിയൽ മെഗല്ലസുമായിട്ടുള്ള പോരാട്ടം, മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആഴ്സണൽ മത്സരങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഗബ്രിയൽ മെഗല്ലസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഈസ് ആൻ ഇൻക്രെഡിബിൾ പ്ലെയർ, പ്രീമിയർ ലീഗ് ഇപ്പോൾ വിജയിച്ചു, എല്ലാ റെസ്പെക്റ്റും അദ്ദേഹത്തിന് കൊടുക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മറക്കാതിരിക്കേണ്ട ആൾ മാർക്കിഞ്ഞോസാണ്. ചാമ്പ്യൻസ് ലീഗ് തുടർച്ചയായി 2 വർഷമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അതുപോലെ ആലിസനെ മറക്കരുത്, അദ്ദേഹം എല്ലാം നേടിയിട്ടുള്ള ആളാണ് എന്നുകൂടി കാസി ടി വി കൊടുത്തുള്ള ഇൻ്റർവ്യൂവിൽ ഇപ്പം ഏർലിംഗ് ഹാലൻഡ് പറയുന്നു. എന്നിട്ട് വിശദമായിട്ട് പറയുകയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഓൾ ടീം ഈസ് വെരി ഗുഡ്, അവരുടെ ഡിഫൻസ് വളരെ മികച്ചതാണ്. നിങ്ങളൊരു ബ്രസീലുകാരനാണെങ്കിൽ, ഇഫ് യു ആർ ബ്രസീൽ, യു ഹാവ് 200 മില്യൺ പീപ്പിൾ ടു ചൂസ് ഫ്രം. അത്രയധികം ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് താരങ്ങളെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ഉണ്ടാവും, പ്രീമിയർ ലീഗ് വിന്നേഴ്സ് ഉണ്ടാവും. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ടീം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ബ്രസീൽ എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സോ താനൊരു കട്ട ബ്രസീൽ ഫാനാണ് എന്നാണ് ഏർലിംഗ് ഹാലൻഡ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും കളിക്കളത്തിൽ ഏത് രൂപത്തിലുള്ള പെർഫോമൻസ് ആയിരിക്കും ഹാലൻഡ് ബ്രസീലിനെതിരെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും ഇതൊരു ഹ്യൂജ് മാച്ച് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഫാൻസിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഐ ലവ് ബ്രസീൽ എന്നാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.